ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനും കുഞ്ഞാവിയും നല്ല നാടൻ വേഷത്തിൽ പോകുന്നത് നമ്മളെ തറവാട്ടിലേക്കാണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിനി വരുന്ന ദിവസം എൻ്റെ അച്ഛൻ്റെ തറവാട്ടിൽ 2 ദിവസം തെയ്യമുണ്ടെന്ന്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം 3 മണി 3:30 ആ ഒരു ടൈം ആയിട്ടുണ്ടായിനി. അപ്പം ഇന്ന് തറവാട്ടിൽ കലവറ നുറക്കലാണ്. അപ്പം നമ്മൾ എല്ലാവരും കൂടി തറവാട്ടിലേക്ക് പോവുകയെന്ന്. ഇപ്രാവശ്യത്തെ പരിപാടിക്ക് ഞാൻ അത്ര ഹാപ്പി അല്ല, മുന്നത്തെ അത്രയും ഹാപ്പി അല്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യം എനിക്ക് തറവാട്ടിലേക്ക് കയറാൻ പറ്റൂല. അതിലെനിക്ക് നല്ല വിഷമമുണ്ട്. ആകെ വർഷത്തിലൊരിക്കൽ മാത്രമേ നമ്മൾ തറവാട്ടിൽ ഈ ഒരു കളിയാട്ടം ഉണ്ടാവുകയുള്ളൂ. അപ്പം തറവാട്ടിൽ കയറാൻ പറ്റൂല എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വിഷമമാണ്. ഇപ്രാവശ്യം ഞാൻ പീരീഡ്സായി. ഞാൻ കപ്പക്കയും അതുപോലെ പൈനാപ്പിളെല്ലാം നല്ലോണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി നേരത്തെ ആവട്ടെ. ഞാൻ പിന്നെ അത് അത്ര ആലോചിച്ചിട്ടാണ് ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ പീരീഡ്സ് ആവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിട്ട്. അധികം ഈ കപ്പക്കയും പൈനാപ്പിളെല്ലാം തിന്നാൽ നേരത്തെ ആവുമെന്ന് പറയലുണ്ട്. ഞാനാണെങ്കിൽ പീരീഡ്സ് ആവില്ല എന്നുള്ള മൈൻഡ് തന്നെയാണ് ഉണ്ടായത്. പക്ഷെ കറക്റ്റ് ടൈമിൽ ഞാൻ പീരീഡ്സായി. ഇന്ന് എനിക്ക് 4 ഭയങ്കര വിഷമമായി. എന്താ വെച്ചാൽ ഈ ഒരു തറവാട്ടിൽ തെയ്യത്തിൻ്റെ അന്ന് തന്നെ ആയതുകൊണ്ട് ഭയങ്കര വിഷമമായി. തെയ്യം തൂവാനോ തറവാട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാനോ ഒന്നും പറ്റൂല. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിഷമമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു തറവാട്ടിൽ കയറണ്ട, ജസ്റ്റ് പുറത്ത് നിന്നിട്ട് തെയ്യം കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ വിചാരിച്ചു തറവാട്ടിൽ പുറത്ത് നിൽക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് വൈകുന്നേരം കലവറ നുറക്കലെല്ലാം ഉണ്ട്. അമ്പലത്തിൽ നിന്ന് അപ്പുറത്തെ അമ്പലത്തിൽ നിന്ന് നേരെ തറവാട്ടിലേക്ക് കലവറയും കൊണ്ട് പോകും. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മുത്തുക്കുടെല്ലാം പിടിച്ച് പോയതാണ്. ഇപ്രാവശ്യം ആണെങ്കിൽ എനിക്ക് മുത്തുക്കുട പിടിക്കാനോ ഒന്നിനും പറ്റൂല. അതെല്ലാം ഭയങ്കര സങ്കടമുണ്ട്. പുറത്ത് നിന്നിട്ട് എല്ലാം നോക്കി കാണണ്ടേന്നില്ല ഒരു വിഷമം നല്ലോണം ഉണ്ട്. തറവാട്ടിൽ എല്ലാവരും കൂടി കളിക്കാനോ ഒന്നിനും പറ്റൂല. അപ്പം നമ്മളെ തറവാട് വരുന്നത് പലിയേരി കോവിൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. കഴിവെള്ളൂർ അങ്ങോട്ടേക്കായിട്ടായി. എവിടെ നോക്കിയാലും നല്ല വിശാലമായിട്ടുള്ള പാടം കാണാം. ഈ ഒരു സ്ഥലം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഈ ഒരു വഴി വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും സെറ്റ് സാരിയിൽ ഉടുത്തിയല്ല. അപ്പം എൻ്റെ കുഞ്ഞാരും 2 ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനാണെങ്കിൽ മുൻകൂട്ടി ഇങ്ങനെ മനസ്സിൽ ഭയങ്കരമായിട്ട് സ്വപ്നം കണ്ടതാണ്, എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ വീഡിയോ എടുക്കണം. നമ്മളെ തറവാടിൻ്റെയും അതുപോലെ തന്നെ അപ്പുറം നമ്മളെ അമ്പലമുണ്ട്. അപ്പം അമ്പലത്തെ വീഡിയോയും എല്ലാം എടുക്കണം എന്ന് വിചാരിച്ചതാണ്. അപ്പുറത്തെ അമ്പലമെല്ലാം കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അമ്പലത്തിനപ്പുറം നല്ല വിശാലമായിട്ടുള്ള നല്ലൊരു പാടം, അതെല്ലാം കാണാൻ നല്ല രസമാണ്. അപ്പം എനിക്ക് വീഡിയോ എന്തായാലും എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിനി. പക്ഷേ ഇപ്രാവശ്യം തന്നെ ഇങ്ങനൊരവസ്ഥ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഏതായാലും ഈ വീഡിയോ ഇങ്ങനെ പോട്ടെ, അടുത്ത പ്രാവശ്യം നല്ല വൃത്തിയിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പരമാവധി വീഡിയോസ് നല്ലപോലെ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തെയ്യത്തിൻ്റെതായാലും ഞാൻ കുറേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അമ്പലം. ഈ അമ്പലത്തിൽ നിന്ന് നേരെ തറവാട്ടിലേക്ക് കലവറയും കൊണ്ട് പോകും. ഈ ഒരു ഭാഗത്തേക്ക് എനിക്ക് വരാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ദൂരത്തേക്കാണ് നിന്നിട്ടുണ്ടായത്. അപ്പം ഈ ഒരു ഭാഗത്തെ വീഡിയോ എടുക്കാൻ ഞാൻ കുഞ്ഞാവരെ കൈമേന്ന് ഫോൺ കൊടുത്തിട്ടുണ്ടായത്. ഓളാണെങ്കിൽ അത് അമ്മയുടെ കയ്യിൽ കൊടുത്തു. അപ്പോഴേക്കും ക്യാമറ തുടക്കാൻ അവർക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തെ ക്ലിയർ നന്ന കുറവായിരിക്കും. അപ്പം പരമാവധി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. കുഞ്ഞാവാണെങ്കിൽ അമ്മമ്മനെയും കൊണ്ട് ഉള്ളിലേക്ക് നേരെ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിട്ടാന്നില്ലേ. എനിക്ക് ഈ ഒരു ഭാഗമെല്ലാം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം എനിക്ക് മാത്രം ഉള്ളിൽ കയറാൻ പറ്റൂലല്ലോ എന്ന് ഓർത്തിട്ട്. ഇപ്രാവശ്യം പിന്നെ കുറേ ആൾ പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അതുപോലെ തന്നെ എൻ്റെ ഒരു ഏച്ചി, എൻ്റെ ഒരു അനിയത്തി, നമ്മൾ കുറച്ച് പേര് പീരീഡ്സ് ആയിട്ടാണ് ഉണ്ടായത്. അപ്പം അവരും കൂടി എപ്പോഴും ഉണ്ടായതുകൊണ്ട് അത്ര ഒരു വിഷമമായിട്ട് തോന്നിയിട്ടില്ല. പുറത്തിരിക്കാൻ എൻ്റെ അപ്പുറം ആൾക്കാരുണ്ടല്ലോ എന്നുള്ളൊരു ഇത് ഉള്ളിലുണ്ടായിനി. ഞാൻ ഇപ്പുറത്തെ ഭാഗത്ത് ഒറ്റക്ക് തന്നെ ആയതുകൊണ്ട് കുഞ്ഞാ അമ്പലത്തിൽ നിന്ന് നേരെ എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. നീയുടെ ഒറ്റക്കല്ലേ, ഞാനിവിടെ നിൻ്റെ അപ്പുറം നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറേ നേരം ഞാനിവിടെ ഒറ്റക്ക് തന്നെ നിന്നു. പിന്നെ കുഞ്ഞാവി അച്ഛനെല്ലാം എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ ഒറ്റക്ക് തന്നെ ആയതുകൊണ്ട്. ഈ ഓറഞ്ച് ഷർട്ട് ഇട്ടത് എൻ്റെ അമ്മമ്മേരെ അനിയനാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ട്. അമ്മമ്മേനേക്കാളും കുറച്ചുകൂടി അടുപ്പം അച്ഛനുമായിട്ടാണ്. ഇവർ രണ്ടാളും ഭയങ്കര ബോണ്ടാണ്. അങ്ങനെ അമ്പലത്തിൽ നിന്ന് എല്ലാവരും കുറേ നേരം തൊഴുത് അമ്പലത്തിൽ നിന്ന് കലവറയും കൊണ്ട് നേരെ നമ്മളെ തറവാട്ടിലേക്ക് പോവുകയെന്ന്. അപ്പം പരമാവധി ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് പരമാവധി വീഡിയോസെല്ലാം എടുക്കാൻ ശ്രമിച്ചിനി. പിന്നെ കുഞ്ഞാവിയും കൂടെ ഒപ്പരം ഉണ്ടായതുകൊണ്ട് അത്ര വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ട. കുഞ്ഞാവൊക്കെയാണെങ്കിൽ മുത്തുക്കൂടെ പഠിക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിന്. പിന്നെ ഞാൻ ഒറ്റക്കന്നെ ആയതുകൊണ്ട് അവൾ എൻ്റെ ഒപ്പരം നിന്നു. അടുത്ത പ്രാവശ്യമെങ്കിലും ഇതുപോലൊരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് തറവാട്ടിൽ നല്ല വൃത്തി കൂടിക്കളിക്കാൻ പറ്റണമെന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഇപ്രാവശ്യം വേറെ തന്നെ നിൽക്കേണ്ടി വന്നുകൊണ്ട് ഭയങ്കര വിഷമം ഉണ്ടായിന്. അപ്പം നിങ്ങൾ ഇതിൽ കമൻസ് ഇടാൻ പോകുന്നത് ഏച്ചി സുഹൃത്തേട്ടൻ കൊടുത്തുന്നില്ലതായിരിക്കും. സുഹൃത്തേട്ടനെ കുറച്ച് തിരക്കാണ്. സുഹൃത്തേട്ടൻ ഞാൻ കുറേ വിളിച്ചിട്ടുണ്ടായിന് എന്തായാലും വരണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ വരാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാൻ കുറേ വിളിച്ചിട്ടുണ്ടായിന്, ജസ്റ്റ് ഒന്ന് വന്നിട്ടൊന്ന് മുഖം കാണിച്ചിട്ട് പോയിക്കോന്ന് പറഞ്ഞിട്ടുണ്ടായിന്. പക്ഷെ സുഹൃത്തേട്ടൻ വന്നിട്ട് സുഹൃത്തേട്ടന് കുറച്ച് തിരക്കാണ്. അതുകൊണ്ട് തന്നെ സുഹൃത്തേട്ടൻ ഇല്ലാത്തൊരു വിഷമം എൻ്റെ ഉള്ളിലുണ്ട്. അതുപോലെ ഈ ഒരു പീരീഡ്സ് ആയൊരു വിഷമമുണ്ട്. എല്ലാം കൊണ്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും ഇപ്രാവശ്യം ഞാൻ അത്ര ഒരു ഹാപ്പി അല്ല ഉണ്ടായത്. പിന്നെ റിലേറ്റീവ്സിനെല്ലാം കാണാൻ പറ്റുന്നൊരു സന്തോഷം ഉണ്ടായിനി. അമ്പലത്തിൽ കുറേ ആൾ ആഗ്രഹിച്ചിട്ടല്ലേ ഇപ്രാവശ്യം ഇങ്ങനെ കളിയാട്ടം നടത്താൻ പറ്റിയത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഈ ഒരു 2 വിഷമം മാത്രമേ എൻ്റെ ഉള്ളിലുള്ളൂ.
കുറച്ച് നടന്നപ്പോഴേക്കും നല്ല തണുത്ത വെള്ളം കിട്ടിയിട്ടുണ്ടായിനി. അപ്പോഴേക്കും നല്ല ആശ്വാസമായി. കാരണം ഈ ഒരു ചൂടിന് വെള്ളം ഇല്ലാണ്ട് പറ്റുന്നേ ഇല്ല. ഇടയിലിടയിലേ വെള്ളം കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല ആശ്വാസം ഉണ്ടായിനി. ഞാൻ ആദ്യം ഈ ഒരു തറവാട്ടിൻ്റെ വ്ളോഗ് 2 പാർട്ടായിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്. അതായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുതൽ നാളെ രാവിലെ വരെയുള്ള വീഡിയോ പാർട്ട് 1ഉം രാവിലെ തൊട്ട് രാത്രി വരെയുള്ള വീഡിയോ സെക്കൻഡ് പാർട്ടും ആയിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്. അതായത് ഇന്ന് പുലർച്ചക്കെല്ലാം തെയ്യമുണ്ട്, നാളെ പുലർച്ചക്കെല്ലാം തെയ്യമുണ്ട്. അപ്പം എൻ്റെ അമ്മമ്മയും ലക്ഷ്മി അമ്മമ്മയും എല്ലാവരും തറവാട്ടിൽ തന്നെയായിരിക്കും കിടക്കൽ. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ഇന്ന് തറവാട്ടിൽ നിന്നിട്ട് പുലർച്ചയ്ക്കുള്ള തെയ്യെല്ലാം നിങ്ങളെ കാണിക്കാമെന്നെല്ലാം വിചാരിച്ചതാണ്. ആ തെയ്യെല്ലാം കൂടി എടുക്കുമ്പോൾ ഏകദേശം വീഡിയോ നല്ല ലെങ്ത്ത് വരും. അപ്പം ഞാൻ 2 പാർട്ടായിട്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ പീരീഡ്സ് ആയതുകൊണ്ട് എനിക്ക് ആ ഒരു തെയ്യത്തിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല. എനിക്ക് എന്തായാലും തറവാട്ടിൽ കിടക്കാനും പറ്റൂല. അപ്പോൾ ഏതായാലും വീട്ടിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഏതായാലും എനിക്ക് എടുക്കാൻ പറ്റിയ വീഡിയോസ് മാത്രം വെച്ചിട്ട് ഒറ്റൊരു വ്ളോഗ് മാത്രം ചെയ്യാമെന്ന് വിചാരിച്ചു. നടന്ന് കുറച്ച് അങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും കാവ്യേച്ചിനെയും വാവച്ചേച്ചിനെയും കൂടി കിട്ടിയിട്ടുണ്ടായിനി. അവരാണെങ്കിൽ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിനി, അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടായിട്ടാ. അപ്പം ഞാൻ ഇന്ന് സാരി ഉടുത്തത് കുറേ പേര് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിനി. അതെനിക്ക് എൻ്റെ ഒരു ഏച്ചി ഉടുത്തുന്നതാണ്. എനിക്കും കുഞ്ഞാവക്കും നമുക്കങ്ങനെ സാരി ഉടുക്കാൻ അറിയില്ല. അപ്പോൾ നമുക്ക് നമ്മളൊരു ഏച്ചിയാണ് ഉടുത്തന്നിട്ടുണ്ടായത്. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിന് നല്ല ഭംഗിയുണ്ട് ഉടുത്തത് കാണാനെന്ന്. പിന്നെ കുറേ പേര് സാരി എവിടുന്നാണ് എടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിനി. ഇത് ഞാൻ കല്യാൺ സിൽക്സ് നിന്ന് എടുത്തതാണ്. ഇനിയിപ്പം കലവറ നുറക്കലെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. എന്താ വെച്ചാൽ രാത്രിയുടെ ഡാൻസും പരിപാടിയെല്ലാം ഉണ്ട്. അപ്പോൾ വീട്ടിൽ പോയി ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരും. കാവ്യേച്ചും വാവച്ചെല്ലാം ഡ്രസ്സും കൊണ്ട് തന്നെയാണ് വന്നത്. ഇവരപ്പുറത്ത് തന്നെ ഡ്രസ്സ് മാറ്റും. നമ്മൾ വിചാരിച്ചു വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രഷ് എല്ലാം ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഇവരിനി ഇന്ന് വീട്ടിലേക്കില്ല, ഇവരിനി ഇന്ന് ഇടനായിരിക്കും കിടക്കൽ. രാവിലെ ആയിരിക്കും ഇവർ വരല് വീട്ടിലേക്ക്. അങ്ങനെ നടന്ന് നമ്മൾ എല്ലാവരും കൂടി തറവാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് പുറത്തുനിന്ന് എല്ലാവരും ദേഹത്തേക്ക് തീർത്തും തെളിച്ച് ശുദ്ധിയായിട്ട് എല്ലാവരും ഉള്ളിൽ കയറി പ്രാർത്ഥിക്കും. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ അന്നേരം പുറത്തേക്ക് ഇറങ്ങി. എനിക്കിപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റൂലല്ലോ. എല്ലാവരും കയറിയിട്ട് പ്രാർത്ഥിക്കുന്നെല്ലാം കാണുമ്പം എൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അയ്യോ എനിക്ക് കയറാൻ പറ്റൂലല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം അമ്മമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും തെയ്യെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അകത്തില്ല വീഡിയോ ശരിക്കും എനിക്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഏട്ടനാണ് എനിക്കിപ്പം വീഡിയോ ഫുള്ള് എടുത്തു തന്നത്. ഈ ഒരു ഭാഗത്തെ വീഡിയോ അല്ല, എനിക്ക് അത്രയും ദൂരത്തുനിന്ന് വീഡിയോ എടുക്കാൻ ശരിക്കും പറ്റുന്നുണ്ടായിട്ടാ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നിട്ട് ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. വെജിറ്റബിൾ ബിരിയാണി ഉണ്ടായത്. എനിക്കൊരു വെജിറ്റബിൾ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിനി. അപ്പം ഇനിയിപ്പോൾ ഫുഡെല്ലാം കഴിച്ച് നേരെ വീട്ടിൽ പോയി ഡ്രസ്സും മാറ്റിയിട്ട് വരണം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നന്ന കുറവാണ്. എന്താ വെച്ചാൽ പരമാവധി ഞാൻ അമ്പലത്തിൻ്റെ വീഡിയോ, അതുപോലെ തെയ്യം, അങ്ങനെ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. എൻ്റെ വീഡിയോ ഞാൻ ഇടയ്ക്ക് കുഞ്ഞാനോട് ജസ്റ്റ് ഒന്ന് എടുത്തരാൻ പറയും, അത്ര മാത്രം. അല്ലാണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഫുൾ എൻ്റെ മുഖം നിങ്ങൾ കാണുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രമായിരിക്കും. തറവാടിൻ്റെ നേരിപ്പുറം ഒരു അംഗനവാടിയാണ്. അപ്പോൾ പണ്ടെല്ലാം നമ്മൾ തറവാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാനും കുഞ്ഞാവും ഏറ്റവും ഫസ്റ്റ് പോകുന്നത് ഈ അംഗനവാടിയിലേക്കായിരിക്കും. എന്താ വെച്ചാൽ അവിടെ ഊഞ്ഞാല, സീസോ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കളിക്കാൻ. അപ്പോൾ നമ്മൾ പിള്ളേരെല്ലാം ഏറ്റവും കൂടുതൽ തറവാട്ടിൽ കളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ഒരു അംഗനവാടിയിലായിരിക്കും ഉണ്ടാവില്ല. പക്ഷേ ഈ 2 ദിവസവും ഞാൻ അംഗനവാടിയിലേക്ക് പോയിട്ടേ ഇല്ല കേട്ടോ. പണ്ടെല്ലാം ഏറ്റവും കൂടുതൽ തറവാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും ഫസ്റ്റ് അംഗനവാടിയിലേക്ക് ഓടും. ഈ 2 ദിവസവും ഞാൻ അംഗനവാടിയിലേക്ക് പോയിട്ടേ ഉണ്ടായിട്ടാ.
അങ്ങനെ ഒരു രാത്രി ആകുമ്പോഴേക്കും നമ്മൾ നേരെ വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷായി. ഇനിയിപ്പോൾ നേരെ തറവാട്ടിലേക്ക് പോകണം. പരിപാടി ഉണ്ട് തറവാട്ടിൽ. ഇപ്പം നമ്മൾ വിചാരിച്ചു നേരെ തറവാട്ടിൽ പോയിട്ട് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു 10 മണി 11 മണി ആ ഒരു ടൈം ആകുമ്പോഴേക്കും തിരിച്ച് വരാമെന്ന് വിചാരിച്ചു. അമ്മമ്മയൊന്നും ഇനി എന്തായാലും വരില്ല. അമ്മമ്മ അച്ചച്ചൻ എല്ലാവരും അവിടെ ഉണ്ടത്രേ. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഈ 2 ദിവസം ഞാനും കുഞ്ഞാവിയും പീടിയിൽ തന്നെയാണ് ഉണ്ടായത്. പീടിയിൽ പോവും, തണുത്തത് എന്തെങ്കിലും വെള്ളം മേടിക്കും, ഐസ്ക്രീം മേടിക്കും, അങ്ങനെയാണ് ഉണ്ടായത്. എന്താ വെച്ചാൽ പറ്റുന്നില്ല, ചൂടായതുകൊണ്ട് അധികം നേരം നമുക്ക് നിൽക്കാൻ പറ്റുന്നേ ഇല്ല. അങ്ങനെ നമ്മൾ പീടിയിൽ പോയിട്ട് ഐസും വെള്ളവും മേടിച്ച് കൈമ വെച്ചു. ഇടയ്ക്കിടയ്ക്ക് ദാഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും ഡാൻസ് കളിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയെന്ന്. അപ്പം നമ്മിപ്പുറം വന്നിട്ട് വെള്ളം കുടിച്ചു. അങ്ങനെ വെള്ളം കുടിച്ച് കുഞ്ഞാവ കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ ഇരുന്നു. ഞാൻ പറഞ്ഞു, നീ അതിൻ്റെ ഉള്ളിൽ ഇരുന്നോ, ഓൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, എനിക്ക് മാത്രമല്ല ബുദ്ധിമുട്ടില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ആവുന്നതുകൊണ്ട് ഓൾ എൻ്റെ ഒപ്പം തന്നെയാണ് അധികം നേരം ഉണ്ടായത്. അപ്പം ഞാൻ പറഞ്ഞു, നീ ഉള്ളിൽ കയറിക്കോ, പ്രശ്നമില്ല, ഞാനിവിടെ പുറത്തിരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുറത്തൊരു കസാര ഇട്ടിരുന്ന് കുറച്ച് നേരം തെയ്യം കണ്ടു. കുഞ്ഞാവി അമ്മയും അച്ഛനെല്ലാം അതിൻ്റെ ഉള്ളിലാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോഴേക്കും പരിപാടി തുടങ്ങാനായിട്ടുണ്ടായിനി. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി മതിലിൻ്റെ മുകളിൽ കയറിയിരുന്നു. എല്ലാ പരിപാടിയും നല്ല അടിപൊളിയാണ്, എല്ലാ ഡാൻസും നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയത് ഈ ഒരു കുഞ്ഞിനെയാണ്. നമുക്കെല്ലാം ഒരു ഡാൻസ് കളിക്കുമ്പോഴേക്കന്നെ ക്ഷീണം പിടിക്കും. പക്ഷെ ഇവള് ആദ്യം തൊട്ട് ലാസ്റ്റ് ഡാൻസ് വരെ നിന്ന് ഡാൻസാണ് ഉണ്ടായത്. ഇത് വാച്ചിച്ചിരിപ്പം പഠിച്ച ചേച്ചിയുടെ മോളാണ്. ഭയങ്കര ഡാൻസ്. കുറച്ച് നേരം ഈ ഡാൻസ് കളിക്കുന്ന പിള്ളേർ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം അതന്നെ നോക്കിയിട്ട് വീണ്ടും ഓള് സെയിം സ്റ്റെപ്പ് ഇടുന്നുണ്ട്. ഒരാളെയും ഓള് മൈൻഡാക്കുന്നില്ല. ഇടയ്ക്ക് അവരെടുത്ത് പോയി, എന്നിട്ട് വീണ്ടും ഓൾ അവിടെ ഇരിക്കാണ്ട് തിരിച്ച് വന്നിട്ട് വീണ്ടും അടിച്ച് സ്റ്റെപ്പ് ഇടുന്നുണ്ട്. ആരും മൈൻഡാക്കുന്നില്ല. ഓളെ ലോകത്ത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമെന്ന്. ഞാനെപ്പം വിചാരിക്കും ഇതുപോലത്തെ ഡാൻസ് വീഡിയോസ് എല്ലാം ഒറിജിനൽ സോങ് ഇട്ടിട്ട് ഇടണമെന്ന്. ഇതിപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടാണല്ലോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഒറിജിനൽ സോങ് ഇടണമെന്നുണ്ടാവും. പക്ഷേ ഈ ഒരു കോപ്പിറൈറ്റ് ഭയങ്കര വില്ലനാണ്. കോപ്പിറൈറ്റ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാനിപ്പം ഏത് സോങ് ഇട്ടാലും അറിയാണ്ട് കോപ്പിറൈറ്റ് വന്ന് പോവും. ഞാൻ പരമാവധി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടുമ്പോൾ ആയാലും കോപ്പിറൈറ്റ് ഞാൻ പരമാവധി ശ്രദ്ധിക്കും. പക്ഷെ ചില മ്യൂസിക്കിനെല്ലാം കോപ്പിറൈറ്റ് വരും. അത് ഭയങ്കര വിഷമമാണ്. കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തിട്ട് കോപ്പിറൈറ്റ് ആയിട്ടുള്ള ഇഷ്യൂ വരുമ്പം ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ഞാൻ പരമാവധി ശ്രദ്ധിച്ചിട്ട് മാത്രമേ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുള്ളൂ. എല്ലാ ഡാൻസും നല്ല അടിപൊളിയാണ്. ഇത് അലേഖയാണ് കേട്ടോ, അലേഖയും പിന്നെ എൻ്റെ രേച്ചിയുടെ മോളും. പരിപാടി ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ല ആൾക്കാർ വന്നിന്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇതിനേക്കാൾ ആൾക്കാരുണ്ടായിന്. ഇപ്രാവശ്യം കുറവാണ്. നമ്മളാണെങ്കിൽ കുറച്ചു നേരം പരിപാടി കാണും, കുറച്ചു നേരം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തണുപ്പ് വെള്ളം കുടിക്കും, വീണ്ടും ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോകും. ഇതന്നെയാണ് നമ്മളെ പരിപാടി. എന്താ വെച്ചാൽ അത്യാവശ്യം ഈ ചൂട് കൊണ്ട് എന്തെങ്കിലും ഒരു തണുപ്പ് ഉള്ളിലേക്ക് പോകണം എന്ന് തോന്നുന്നു. ഭയങ്കര ബുദ്ധിമുട്ട്. കുറച്ചു നേരം പരിപാടി കാണും, കുറച്ചു നേരം ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോകും, വീണ്ടും പരിപാടി കാണും, വീണ്ടും തണുപ്പ് എന്തെങ്കിലും വെള്ളം കുടിക്കാൻ വേണ്ടി പോകും. ഇതന്നെ റിപ്പീറ്റാണ് ഉണ്ടായത്. കുറച്ചു നേരം പരിപാടി കണ്ടിട്ട് വീണ്ടും ഐസ്ക്രീം മേടിക്കാൻ തന്നെ പോയി. പക്ഷേ ഇന്നത്തേക്ക് എനിക്കതിൻ്റെ ആ ഒരു എഫക്റ്റ് മനസ്സിലാവുന്നു. ഇന്നത്തേക്ക് എനിക്ക് തൊണ്ട നല്ല വേദന. ഞാനിപ്പോൾ വോയിസ് ഇടുന്നത് പരിപാടി കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ്. ഇന്നാണെങ്കിൽ എനിക്ക് നല്ല തൊണ്ടവേദനയുണ്ട്. ഐസ്ക്രീമിൽ എനിക്ക് 3 സ്പൂണും കുഞ്ഞാവക്കും ഏച്ചിക്കും 2 സ്പൂണും മാത്രമേ ഉണ്ടായിട്ടു. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിട്ട് ഞാൻ അവരെ കുറേ പറഞ്ഞു, നിങ്ങൾക്ക് മാത്രം കുറച്ചേ തന്നിട്ടു, എനിക്ക് കൂടുതൽ തന്നിന് കേട്ടു. ഞാൻ കുറച്ചവരെ വിഷമിപ്പിച്ചു. അങ്ങനെ നമ്മൾ നേരെ പോയി തെയ്യം കണ്ടു. തെയ്യം ഇങ്ങനെ കണ്ടിരിക്കാൻ വേറെ ഒരു രസമാണ്. കുറേ നേരം ഞാൻ പുറത്തിരുന്നു, കുഞ്ഞാവി ഏച്ചിയും കൂടി ഉള്ളിൽ പോയി കുറച്ച് നേരം തെയ്യം കണ്ടു. ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് രാവിലെ എണീക്കുന്നതുകൊണ്ട് രാത്രി പെട്ടെന്ന് ഉറക്കം വരും. എനിക്ക് ഈ ഒരു ടൈം ആകുമ്പോഴേക്കെല്ലാം നല്ല ഉറക്കം വന്നിനി. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. ഇന്നലെ രാത്രിക്ക് വീട്ടിലെത്താൻ കുറേ വൈകിട്ടുണ്ടായിനി. അപ്പം പിറ്റേ ദിവസം നമ്മൾ രാവിലെ എണീച്ച് ഇപ്പം തറവാട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയെന്ന്. ലക്ഷ്മമ്മ ആണെങ്കിൽ കീഞ്ഞ് നല്ല സുന്ദരിയായിട്ട് വരുന്നുണ്ട്, സെറ്റ് സാരിയെല്ലാം എടുത്ത്. ഈ സെറ്റ് സാരി ഒരു ഐശ്വര്യം തന്നെയാണ്. ആണുങ്ങൾക്ക് മുണ്ടും ഷർട്ടും വേറെ ഒരു വൃത്തിയാണ്. അതുപോലെ തന്നെയാണ് പെണ്ണുങ്ങൾക്കും. ഈ ഒരു സെറ്റ് സാരിയും സെറ്റ് പാടലെടുത്താൽ അത് വേറെ ഒരു ഐശ്വര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്ക് എപ്പെങ്കിലായിട്ട് എടുക്കലില്ലു. അതായത് അമ്പലത്തിൽ പോകുമ്പോൾ തറവാട്ടിൽ പോകുമ്പോൾ അങ്ങനെ മാത്രം. അമ്മമ്മയും ലക്ഷ്മിയമ്മയും എല്ലാം പുലർച്ചക്ക് തെയ്യെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ട് ഇവർ ഉറങ്ങിയിട്ടേ ഉണ്ടായിട്ട്, അവരൊരു പടി ഉറങ്ങിയിട്ട് ഇവരവിടെ ഇരുന്ന് തെയ്യം കണ്ടു. അപ്പം അവർ രാവിലെ ആകുമ്പം നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായി. ഇനിയിപ്പോൾ നേരെ അമ്പലത്തിലേക്ക് പോകണം. എല്ലാവരും ഒരുമിച്ച് കാറിൽ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ വന്നത്. പക്ഷേ കാറിൽ ഇത്രയും ആൾക്കാർക്കാവില്ല. കൂടിപ്പോയാൽ ബാക്കിൽ 4 ആൾക്ക് പറ്റും, അതിൽ കൂടുതൽ പറ്റൂല. അപ്പം ഞാൻ അമ്മമ്മയോട് പറഞ്ഞൊരു കാര്യം ചെയ്യുന്ന ഇങ്ങനെ ഓട്ടോ ആക്കിയിട്ട് പോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ അമ്മമ്മയും
ലക്ഷ്മി അമ്മയും എല്ലാവരും കൂടി നേരെ ഓട്ടോയിൽ പോയി. അപ്പം ഞാൻ, അച്ഛൻ, അമ്മ, കുഞ്ഞാവ, പിന്നെ അപ്പുറത്തുനിന്ന് കാവ്യേച്ചിയും വാവച്ചേച്ചിയും പിള്ളേരും ഉണ്ട്. അപ്പം എല്ലാവരും കാറിൽ പോകാമെന്ന് വിചാരിച്ചു. അമ്പലത്തിലേക്ക് പോകാൻ കുറച്ച് വൈകിട്ടുണ്ടായിന്. ബാക്കി എല്ലാവരും നേരത്തെ എത്തി. തെയ്യം ഓരോന്നോരോന്നായിട്ട് തുടങ്ങി. നമ്മയാണെങ്കിൽ റെഡി ആയിട്ടെല്ലാം അടുത്തേക്ക് എത്താൻ കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ എല്ലാവരും കൂടി നേരെ തറവാട്ടിലേക്ക് വിട്ടു. ചൂട് കാരണം കാറിലൊന്നും മര്യാദക്ക് ഇരിക്കാൻ പോലും പറ്റുന്നില്ല. കാറിലിരിക്കുമ്പോൾ തന്നെ AC ഇട്ടിട്ടും ഒരു കാര്യമില്ല, നല്ല ചൂടാണ്. അങ്ങനെ നേരെ തറവാട്ടിലേക്ക് എത്തിയപ്പോഴേക്കും തെയ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നു, നേരത്തെ തുടങ്ങി. ഇന്നലെ ഞാൻ സാരി ഉടുത്ത സമയത്ത് കുറേ ആൾക്കാർ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ ഏച്ചിയാണ് എനിക്ക് സാരി ഉടുത്തുന്നത്. ഏച്ചി നല്ല വൃത്തിയിൽ സാരി ഉടുത്തരും. അധികവും മുന്നേ ഞാനും കിച്ചുവാട്ടനും ഫോട്ടോ എടുക്കുന്ന സമയത്തെല്ലാം ഏച്ചി തന്നെയാണ് എനിക്ക് സാരി ഉടുത്താറില്ല. നല്ല അടിപൊളിയായിട്ട് എടുക്കും. അപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നും പറഞ്ഞിട്ടുണ്ടായിന്, അതുപോലെ മെസ്സേജ് അയച്ചും പറഞ്ഞിട്ടുണ്ടായിന് സാരി ഉടുത്തതും നല്ല അടിപൊളിയുണ്ട്, സാരിയും നല്ല അടിപൊളിയുണ്ട് എന്നുള്ളത്. അപ്പോൾ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എനക്കും കുഞ്ഞാവക്കും ഏച്ചി തന്നെയാണ് ഉടുത്തന്നിട്ടുണ്ടായത്. ഇന്നത്തെ ദിവസം ഞാനും കുഞ്ഞാവയും സെയിം ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ കുഞ്ഞാവിനോട് പറഞ്ഞു നമുക്ക് പോയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. കുറച്ചു നേരം അവിടെ ഇരുന്ന് തെയ്യം കണ്ടിട്ട് നേരെ പുറത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഈ ഒരു കളർ ഭയങ്കര ഇഷ്ടമാണ്. ഒരു കരിപ്പച്ച കളർ ടോപ്പ് നല്ല ഇഷ്ടമായി. അതിൻ്റെ സെയിം പാൻറ്റും ഉണ്ട്. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്തെന്ന്. ഇത് പയ്യന്നൂർ മാളിൽ നിന്ന് ഷീലോ എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്ന് എടുത്തിയാണ്. ഇന്നത്തെ ദിവസം സമരാന്നുണ്ടായത്, അതുകൊണ്ട് തന്നെ ഇന്ന് ആൾക്കാർ നന്ന കുറവാണുണ്ടായത്. വണ്ടിയൊന്നും അങ്ങനെ ഓടുന്നുണ്ടായിട്ടാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ആൾക്കാർ നന്ന കുറവാണുണ്ടായത്. പുറത്തുനിന്ന് ആൾക്കാർ വന്നതും കുറവാണ്. തറവാട്ടിലെ കുറച്ച് ആൾക്കാരും അതുപോലെ നാട്ടുകാർ, പിന്നെ 1, 2, 3 ആൾക്കാർ പുറത്തുനിന്ന് വന്നതിന് അത്രമാത്രം. അല്ലാണ്ട് അങ്ങനെ അധികമായിട്ട് ആൾക്കാർ ഉണ്ടായിട്ടില്ല. അങ്ങനെ കുറച്ച് നേരം ഞാൻ അവിടെ നിന്നിട്ട് കുളിയൻ കണ്ടു. കുളിയൻ കാണാൻ വേറെ ഒരു രസമാണ്. പിള്ളേർ കൂക്കിയിട്ട് ഓടുന്നതും കുളിയൻ ബാക്കിൽ ഓടുന്നതും അതെല്ലാം കാണാൻ വേറെ ഒരു രസമാണ്. അങ്ങനെ എല്ലാവരും പോയി അവിടെ നിന്ന് ഫോട്ടോ എടുത്തു. 4 ആളെയും ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോഴേക്കും എല്ലാവരും വന്നിട്ടുണ്ടായിനി. അങ്ങനെ എല്ലാവരും ഒരുമിച്ചെടുത്തു ഫോട്ടോ. തറവാട്ടിലുള്ള ഓരോരോ ആൾക്കാർ വന്നിട്ട് എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തു. കുറേ നേരം അവിടെ നിന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞു. ഇങ്ങനെ എപ്പെങ്കിലായിട്ടായിരിക്കും ഫാമിലിയിൽ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കാണാൻ പറ്റുന്നത്. അങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എല്ലാവരും കാണുമ്പോൾ. ഇനിയിപ്പം 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും കളിയാട്ടം ഉണ്ടാവല്. കഴിഞ്ഞ പ്രാവശ്യവും അതിന് മുന്നത്തെ പ്രാവശ്യവും ഉണ്ടായിന് അടുപ്പിച്ച് തന്നെ. ഇനിയിപ്പം എല്ലാവരും ചേർന്നിട്ട് ഇനിയിപ്പോൾ 2 വർഷം കഴിഞ്ഞിട്ട് ആക്കാന്നുള്ള തീരുമാനത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സങ്കടമുണ്ട്. എല്ലാ വർഷവും വേണമെന്നാണ് നമ്മളെ ആഗ്രഹം. 2 വർഷം എന്ന് പറയുമ്പോൾ നല്ല ലോങ് ആയി പോയില്ലേ. പിന്നെ ഇതെല്ലാം നടത്തിക്കൊണ്ടുപോകാൻ അതിൻ്റെതായ ബുദ്ധിമുട്ടും ഉണ്ട്. ഇതിൻ്റെ പിന്നിൽ നടക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതെല്ലാം കൊണ്ടും 2 വർഷം കഴിഞ്ഞിട്ട് നടത്താന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അച്ഛൻ സ്വതവേ ഇതുപോലത്തെ കളറൊന്നും ഇടാത്ത ഒരാളാണ്. ഇതുപോലത്തെ യെല്ലോ, ഗ്രീൻ ഇങ്ങനത്തെ കളറൊന്നും അച്ഛൻ എടുക്കലേ ഇല്ല ഡ്രസ്സ്. അച്ഛൻ അധികം ലൈറ്റ് കളർ മാത്രമേ എടുക്കുകയുള്ളൂ. പക്ഷേ ഈ ഒരു ഷർട്ട് എന്തോ ഭയങ്കര ഇഷ്ടമായി. എനക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അച്ഛൻ ഫസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഫസ്റ്റ് പറഞ്ഞു എനിക്കിത് കുറച്ച് കഴിയുമ്പം ബ്ലാക്ക് അടിക്കുമെന്ന് പറഞ്ഞാണ്. പക്ഷെ അച്ഛൻ ഇട്ടിട്ടാകുമ്പോഴേക്കും നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അച്ഛൻ ഷർട്ട് എടുത്തതിൽ ഇത്ര നാളും ഷർട്ട് എടുത്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഷർട്ടാണ്. അച്ഛൻ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിനി. അങ്ങനെ എല്ലാവരും നിന്നാടുന്ന് കുറേ ഫോട്ടോസ് എടുത്തു. അപ്പുറത്തുനിന്ന് എല്ലാവരും തെയ്യം ഇരുന്ന് കാണുന്നുണ്ട്. അപ്പോഴേക്കും നല്ല വിശപ്പ് വന്നിട്ടുണ്ടായിനി. അതുകൊണ്ട് എല്ലാവരും നേരെ ചോറ് കഴിക്കാൻ വേണ്ടി പോയി. എനിക്ക് ഈ അമ്പലത്തിലത്തെ ചോറും കറിയെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അമ്പലത്തിലത്തെ തറവാട്ടത്തത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നല്ല വിശപ്പ് വന്നപ്പം എല്ലാവരും കൂടി നേരെ ചോറ് കഴിക്കാൻ വന്നു. ഫുഡ് ടേസ്റ്റ് ഉണ്ട്, എന്നാലും സാമ്പാറിന് കുറച്ച് ഉപ്പ് കുറഞ്ഞുപോയി. എനിക്ക് സ്വതവേ നല്ല ഉപ്പ്, എരിവ്, പുളി എല്ലാം വേണം. പക്ഷെ ഉപ്പ് കുറച്ച് കുറഞ്ഞുപോയി. പായസം നല്ല
അടിപൊളിയുണ്ട്. പായസം എനിക്ക് നല്ല ഇഷ്ടമായിന്. എനിക്ക് വീണ്ടും വേണമെന്നുണ്ടായിന്. പക്ഷേ പിന്നെ ഞാൻ അവരെ കണ്ടിട്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മതി, കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം വീണ്ടും ഇപ്പുറം പീടിയിൽ വന്ന് തണുത്ത വെള്ളം കുടിച്ചു. ഇതന്നെ നമ്മളെ പരിപാടി. ഇടയ്ക്കിടയ്ക്ക് ഈ പീടിയിൽ വരും വെള്ളം കുടിക്കും. പറ്റുന്നില്ല, തണുപ്പില്ലാണ്ട് പറ്റുന്നേ ഇല്ല. ഈ 2 ദിവസവും നല്ല ചൂടാണ്. കുറച്ച് നേരം തെയ്യം കണ്ടിട്ട് നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. കുറേ നേരം ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാൻ പറ്റുന്നില്ല ഈ ഒരു ചൂട് കാരണം. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം പുറത്ത് വന്നിട്ട് പുറത്തിരിക്കാൻ വിചാരിച്ചു. പുറത്ത് പിന്നെയും കാറ്റുണ്ട്, അതിനുള്ളിൽ നമുക്ക് ഒട്ടും പറ്റുന്നില്ല ഇരിക്കാൻ. ഞാൻ നിങ്ങളോട് എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 6 മണിക്ക് വ്ളോഗ് പോസ്റ്റ് ചെയ്യാന്നെല്ലാം പറഞ്ഞത് എനിക്കിപ്പോൾ തെറ്റുന്നുണ്ട്. എനിക്ക് കറക്റ്റ് ഇടാൻ പറ്റുന്നില്ല വെച്ചാൽ കുറേയെല്ലാം നല്ല തിരക്കാണ്. എനിക്ക് വ്ളോഗ് എടുക്കാൻ അങ്ങനെ ചില സമയത്ത് പറ്റുന്നില്ല. അപ്പം ചിലവരെല്ലാം എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടെന്നില്ല എനിക്കറിയാം. ഷോർട്സിലായാലും കുറേ പേര് പറയലുണ്ട്, ചേച്ചി വ്ളോഗ് പോസ്റ്റ് ചെയ്യുമെന്ന് പറയലുണ്ട്. എനിക്കും ആഴ്ചയിൽ ഒരു വ്ളോഗെങ്കിലും പോസ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ ചില സമയത്ത് എനിക്ക് പറ്റുന്നില്ല. ഈ 2 ഞായറാഴ്ചയും ഞാൻ വ്ളോഗൊന്നും ഇട്ടിട്ടുണ്ടായിട്ടാ. ഞാൻ വിചാരിക്കുന്നത് അടുത്ത ഞായറാഴ്ചയെങ്കിലും എങ്ങനെയെങ്കിലും വീഡിയോ എടുത്ത് പോസ്റ്റ് ആക്കാൻ ഞാൻ ശ്രമിക്കാം. അതിനിടയിൽ ഏട്ടൻ ചേച്ചിയും കുറേ ഐസ്ക്രീം വാങ്ങിച്ചു തന്നിട്ടുണ്ടായിനി. അങ്ങനെ നമ്മെല്ലാവരും കൂടി അവിടെ ഇരുന്ന് ഐസ്ക്രീം കഴിച്ചു. കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു. ഇവിടെ നല്ല കാറ്റാണ്. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞു. ഇത് സുഹൃതേട്ടൻ്റെ അച്ഛമ്മേരെ അനിയനാണ്. മാമൻ നമ്മൾ മാമാന്നാണ് വിളിക്കല്. എന്താ വെച്ചാൽ അച്ഛൻ വിളിക്കുന്നത് മാമാന്നാണ്. അപ്പം സുഹൃതേട്ടൻ അങ്ങനെ വിളിക്കല്. സുഹൃതേട്ടൻ വിളിക്കുന്ന പോലെ തന്നെയാണ് ഞാനും വിളിക്കല്. എന്നെയും കുഞ്ഞാവിനും എപ്പോൾ കണ്ടാലും മാറും. ഞാൻ വിചാരിച്ചിട്ട് കുഞ്ഞാനോട് സംസാരിക്കും. എപ്പം നമ്മൾ അങ്ങോട്ട് തിരുത്തലാണ്. മാമൻ ഉദ്ദേശിച്ച ആള് ഓളല്ലാന്ന് ഞാൻ അങ്ങോട്ട് പറയും. അങ്ങനെ കുറച്ചേരം അവിടെ ഇരുന്നിട്ട് കുറച്ചൊന്ന് ചൂട് മാറിയെന്ന് കണ്ടപ്പം വീണ്ടും തെയ്യം കാണാൻ വേണ്ടി പോയി. രാവിലെ തെയ്യം അപ്പുറത്ത് അമ്പലത്തിലേക്കെല്ലാം പോയിട്ടുണ്ടായിരുന്നു. നമ്മ വരാൻ വൈകിയതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. നമ്മ വരാൻ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിനി. വെടി വേണിച്ചിട്ട് എല്ലാവരും മേത്തെറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട്. വെടിയല്ല, ഒരു തീപ്പെട്ടി പോലത്തെ ഒരു സാധനം. അതിന് അത്യാവശ്യം നല്ല സൗണ്ടും ഉണ്ട്. ഞാനാണെങ്കിൽ പേടിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് ഇരിക്കുന്നത്. എനിക്ക് ഈ കമ്പിത്തിരി പോലും ഭയങ്കര പേടിയാണ്. അപ്പം എല്ലാരെയും അടുത്തേക്ക് എറിഞ്ഞിട്ട് പൊട്ടിക്കുന്നുണ്ട്. അപ്പം ഞാൻ പേടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇരുന്നു. അങ്ങനെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ തെയ്യം കഴിയും. കുറേ നാൾ പ്രതീക്ഷിച്ചാണ് ഈ ഒരു 2 ദിവസം പെട്ടെന്ന് കഴിഞ്ഞ പോലെ. ഇന്ന് തീരാനായെന്ന് ഓർക്കുമ്പം എന്തോ ഒരു സങ്കടം പോലെ. ഇനിയിപ്പോൾ 2 വർഷം കാത്തിരിക്കണം. ഇതെൻ്റെ പാപ്പൻ്റെ മോളാണ്. പാപ്പൻ എന്തോ ചന്തയിൽ എന്തോ മേടിച്ചു കൊടുത്തിട്ടാന്ന് പറഞ്ഞിട്ട് കുറേ നേരം ഇവിടെ ഇരുന്നിട്ട് പാപ്പൻ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നു. ലാസ്റ്റ് പാപ്പനോളെ എടുത്തിട്ട് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ട് പോയി. പിള്ളേർക്ക് എല്ലാവർക്കും ഈ 2 ദിവസവും ഭയങ്കര സന്തോഷം ഉണ്ടായി. എന്താ വെച്ചാൽ ചന്തയുണ്ട്, അതുപോലെ ഐസ്ക്രീമിൻ്റെ വണ്ടി അടയുന്നുണ്ട്. പണ്ട് ഞാനും കുഞ്ഞാവി എങ്ങനെ ഉണ്ടായത്, ചന്ത കണ്ടാലും ചന്തയിൽ തന്നെയാണ്. പക്ഷെ ഇപ്പം ഒന്നും വേണ്ട, ചന്ത കണ്ടാലും ആ പരിസരത്തേക്ക് പോവില്ല.
അങ്ങനെ കുറേ നേരം ഞാൻ അടറ്റക്ക് തന്നെ ഇരുന്ന് തെയ്യം കണ്ടു. ലാസ്റ്റിൽ ഈ തെയ്യം കാണുമ്പോൾ ഭയങ്കര ഗൂസ് ബംസ് ആണ്. അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് കണ്ടു. ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ വീട്ടിൽ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാന്ന്. തെയ്യം കഴിഞ്ഞു. ഇനിയിപ്പം കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി നേരെ വീട്ടിലേക്ക് പോവും. കഴിയാനാകുമ്പം എന്തോ ഒരു വിഷമം പോലെ. കുറേ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് ഈ 2 ദിവസം തെയ്യം കൂടിയത്. ഇപ്പം കഴിയുമ്പം ഭയങ്കര സങ്കടം. അങ്ങനെ ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ വ്ളോഗ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.